ക്വസ്റ്റ്യൻ നമ്പർ 19th ക്വസ്റ്റ്യൻ 3D ജോമെട്രിയിൽ നിന്നുമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ചു നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ലെറ്റ് ഓർഡർ ട്രിപ്ലെറ്റ് ആൽഫ ബീറ്റ ഗാമ ബി ദ ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ ഫ്രം ദ പോയിന്റ് 1 2 3 ഓൺ ദ ലൈൻ. സോ എ സ്ട്രൈറ്റ് ലൈൻ ഈസ് ഗിവൺ ദെയർ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ കയ്യിൽ 1 2 3 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ശരിയല്ലേ? ഞാൻ ആ പോയിന്റിനെ ഒരു പി എന്ന് പേരിട്ട് വിളിച്ചു എന്ന് വിചാരിച്ചു. അതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈനുമുണ്ട്. അപ്പോൾ നമുക്ക് ആ സ്ട്രെയിറ്റ് ലൈൻ തന്നിട്ടുണ്ട്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ x+3/5 ശരിയല്ലേ, ഇസ് ഈക്വൽ ടു y-1/2 ഇസ് ഈക്വൽ ടു z+4/3 ആണല്ലോ മക്കളെ, അല്ലേ? നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഈ സ്ട്രെയിറ്റ് ലൈനിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. പിയിൽ നിന്ന് ഈ ലൈനിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ഒരു പെർപെൻഡിക്കുലർ വരച്ചു, ശരിയാണോ? അങ്ങനെയാണെങ്കിൽ ആ പെർപെൻഡിക്കുലറിൻ്റെ ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ നമുക്കതിനെ ക്യൂ എന്ന് വിളിക്കാം. ആ ക്യൂ ആണ് ഇവിടെ ആൽഫ ബീറ്റ ഗാമ എന്ന് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫൈനലി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? 19 ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമയല്ലേ? അതായത് എനിക്ക് ആൽഫ ബീറ്റ ഗാമ ആ 3 നമ്പറുകളും ആവശ്യമാണ്. ആ 3 നമ്പറുകൾ വേണമെങ്കിൽ ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിച്ചാൽ പോരെ? ക്യൂ എന്ന് പറയുന്നത് ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ ആണല്ലോ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ NCERT ബുക്കിലെ എക്സസൈസിൽ തന്നെ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. എന്തായാലും ശരി, ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ആദ്യം ക്യൂ എന്ന് പറയുന്ന പോയിന്റ് നോക്കുക. ക്യൂ എന്ന് പറയുന്ന പോയിന്റ് തന്നിരിക്കുന്ന സ്ട്രെയിറ്റ് ലൈനിലെ ഒരു പോയിന്റ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യൂവിൻ്റെ ജനറൽ ഫോം എന്താണെന്ന് നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷനിൽ നിന്നും അതിനകത്തെ ഏതൊരു പോയിന്റിൻ്റെയും ജനറൽ ഫോം എന്താണെന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അതെങ്ങനെയാണ് ചെയ്യുക? ഇവിടെ ഈ 3നെയും കൂടി ഞാൻ ലാംഡ എന്ന് പേരിട്ട് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ x+3/5 ലാംഡയുമായിട്ട് ഇക്വേറ്റ് ചെയ്താൽ അവിടെ നിന്ന് നിങ്ങൾക്ക് എക്സ് കിട്ടുമല്ലോ. അപ്പോൾ ക്യൂവിൻ്റെ എക്സ് കോർഡിനേറ്റ് എനിക്ക് എങ്ങനെ എടുക്കാം? 5 ലാംഡ -3 എന്ന് എടുക്കാം. ഇനി അതേപോലെ രണ്ടാമത്തെ y-1/2 ലാംഡയോട് ഇക്വേറ്റ് ചെയ്താലോ? അവിടെ നിന്ന് എനിക്ക് y 2 ലാംഡ +1 എന്നല്ലേ കിട്ടുക, അല്ലേ? ഇനി അതേപോലെ മൂന്നാമത്തെ z+4/3 ഇക്വേറ്റ് ചെയ്താൽ 3 ലാംഡ -4 എന്ന് കിട്ടുമല്ലോ. അപ്പോൾ ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഈ ഫോമിലായിരിക്കും ശരിക്കും വരിക. ഉറപ്പാണല്ലോ? യെസ്. അടുത്തതായിട്ട് ഞാനൊരു കാര്യം ചെയ്യാൻ പോകുന്നു. പി ക്യൂവിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് എഴുതുന്നു. ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് പി ക്യു ആർ. എങ്ങനെയാണ് പി ക്യൂവിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് എഴുതാൻ പറ്റുക? പിയുടെ കോർഡിനേറ്റ്സ് കയ്യിലുണ്ട്, ക്യൂവിൻ്റെ കോർഡിനേറ്റ്സും കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡയറക്ഷൻ റേഷ്യോസ് എഴുതാനുള്ള ഫോമുല എന്താ? x2 - x1 y2 - y1 z2 - z1 ഇതായിരിക്കില്ലേ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും നമുക്ക് ആദ്യം x2 - x1 ശരിയല്ലേ? അതായത് 5 ലാംഡ -3 -1. അപ്പോൾ അതെത്രയാണ് എനിക്ക് കിട്ടുക? 5 ലാംഡ -3 -1 അതായത് 5 ലാംഡ -4 എന്നല്ലേ കിട്ടുക, അല്ലേ? 5 ലാംഡ -4 ഉറപ്പല്ലേ മക്കളെ? യെസ്. ഇനി അതുപോലെ അടുത്തത് നോക്കടാ. 2 ലാംഡ +1 -2 അത് 2 ലാംഡ -1 എന്ന് കിട്ടത്തില്ലേ? അടുത്തത് z2 - z1 അതായത് 3 ലാംഡ -4 -3 അത് 3 ലാംഡ -7 എന്നല്ലേ കിട്ടുക? കണ്ടോ? അപ്പോൾ ഇതാണ് പി ക്യൂവിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ വെച്ച് തന്നെ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ദ ലൈൻ നമുക്ക് തന്നിരിക്കുന്ന സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോസും കൂടി എഴുതാൻ പോവാണ്. ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമുക്കറിയാം അതിൽ നിന്നും ഡയറക്ഷൻ റേഷ്യോസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഡിനോമിനേറ്ററിലായിട്ട് വന്നിരിക്കുന്ന നമ്പറുകളല്ലേ ഡയറക്ഷൻ റേഷ്യോസ് ആയിട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്നത് 5 to 3 എന്നാണല്ലോ പറയാൻ പറ്റുക. ഓക്കെ, ഇനി നോക്കിയാൽ മക്കളെ, പി ക്യു എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻറ്റും നമ്മുടെ സ്ട്രെയിറ്റ് ലൈനും ക്ലിയർ ആയിട്ടും പെർപെൻഡിക്കുലർ അല്ലേ? പെർപെൻഡിക്കുലർ ടു ദി ലൈൻ. ഉറപ്പാണല്ലോ, കാരണം പിയിൽ നിന്നും നമ്മൾ ഈ സ്ട്രെയിറ്റ് ലൈനിലേക്ക് ഒരു പെർപെൻഡിക്കുലർ തന്നെയാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ പി ക്യു എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റ് ഉറപ്പായിട്ടും സ്ട്രെയിറ്റ് ലൈനിന് പെർപെൻഡിക്കുലർ ആണ്, അല്ലേ? നമുക്കറിയാം 2 സ്ട്രെയിറ്റ് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ ഡയറക്ഷൻ റേഷ്യോസിൻ്റെ പ്രോഡക്റ്റുകളുടെ സം ശരിയാണല്ലോ. കറസ്പോണ്ടിങ് ഡയറക്ഷൻ റേഷ്യോസിൻ്റെ പ്രോഡക്റ്റുകൾ എടുത്ത് സം ചെയ്താൽ ആൻസർ വിൽ ബി 0. ഇത് 3D ജോമെട്രിയിലെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അല്ലേ?
അങ്ങനെയാണെങ്കിൽ ഇവിടെ പി ക്യൂവും സ്ട്രെയിറ്റ് ലൈനും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് പി ക്യൂവിൻ്റെ ഡയറക്ഷൻ റേഷ്യോസും അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോസും പരസ്പരം മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ ആൻസർ 0 അല്ലേ വരിക. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. അടുത്ത പേജിലേക്ക് പോകാം അല്ലേ. യെസ്, നോക്കിയ മക്കളെ, ഇവിടെ 5 × 5 ലാംഡ മൈനസ് 3 ശരിയാണോ? 5 × 5 ലാംഡ മൈനസ് 3 അല്ലല്ലോ, 4 ആണ് അല്ലേ. 5 × 5 ലാംഡ മൈനസ് 4 അതല്ലേ ആദ്യത്തേത് വരിക. പ്ലസ് ഇനി അടുത്ത രണ്ടാമത്തെ 2 × 2 ലാംഡ മൈനസ് 1. അപ്പോൾ 2 × 2 ലാംഡ മൈനസ് 1 പ്ലസ് അടുത്ത തേർഡ് വണ്ണോ 3 × 3 ലാംഡ മൈനസ് 7 അല്ലേ. അപ്പോൾ 3 × 3 ലാംഡ മൈനസ് 7 ശരിയല്ലേ മക്കളെ. ഇത് ഈക്വൽ ടു 0 ആയിരിക്കും, കാരണം ഇവർ രണ്ടുപേരും പെർപെൻഡിക്കുലർ ആണ്. ഇത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്തെടുത്താൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലാംഡയുടെ വാല്യൂ എന്ന് പറയുന്നത് 43 ഡിവൈഡഡ് ബൈ 38 എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ ബ്രാക്കറ്റ്സ് ഒക്കെ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ലാംഡ കളക്ട് ചെയ്തെടുക്കുക. അങ്ങനെ ലാംഡ കണ്ടുപിടിച്ചാൽ 43 ഡിവൈഡഡ് ബൈ 38 എന്നായിരിക്കും ലാംഡയുടെ വാല്യൂ കിട്ടുക. എടാ മക്കളെ, ഈ ലാംഡയുടെ വാല്യൂ എടുത്ത് നമ്മളിതാ ഈ പോയിന്റിലേക്ക് കൊടുത്താൽ ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് കിട്ടുമല്ലോ. അപ്പോൾ ഈ ലാംഡ എടുത്ത് ഞാൻ എവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? അപ്പോൾ ക്യൂ എന്ന് പറയുന്ന പോയിന്റ് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? ക്യൂ എന്ന് പറയുന്നത് ക്യൂവിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്താ? 5 ലാംഡ പ്ലസ് 3 ആണ്. അപ്പോൾ 5 × ലാംഡ എന്ന് പറഞ്ഞാൽ 43 ബൈ 38 പ്ലസ് 3 കോമ അടുത്ത ക്യൂവിൻ്റെ വൈ കോർഡിനേറ്റ് എന്താ? 2 ലാംഡ പ്ലസ് 1 അല്ലേ. അപ്പോൾ 2 × ലാംഡയ്ക്ക് പകരം 43 ബൈ 38 കൊടുത്തു പ്ലസ് 1 2 ലാംഡ പ്ലസ് 1. അടുത്ത ഇസഡ് കോർഡിനേറ്റോ 3 ലാംഡ മൈനസ് 4 ആണ്. അപ്പോൾ 3 × 43 ബൈ 38 മൈനസ് 4 എന്നല്ലേ മക്കളെ കിട്ടുക അല്ലേ. മൈനസ് 4 എന്നാണ് കിട്ടുക, ശരിയാണല്ലോ. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് ആയിട്ട് വരുന്നത് 101 ബൈ 38, അതുപോലെ 124 ബൈ 38, അതേപോലെ -23 ബൈ 38 എന്നായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ആൽഫ ബീറ്റ ഗാമ കിട്ടിയല്ലോ. ആൽഫ എന്ന് പറയുന്നത് 101 ഡിവൈഡഡ് ബൈ 38, ബീറ്റ എന്ന് പറയുന്നത് 124 ഡിവൈഡഡ് ബൈ 38, ഗാമ -23 ഡിവൈഡഡ് ബൈ 38 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 19 × ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമയല്ലേ. അതായത് 19 × 101 ബൈ 38 പ്ലസ് 124 ബൈ 38 മൈനസ് 23 ബൈ 38 എന്നാണല്ലോ അല്ലേ. യെസ്, അപ്പോൾ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ 101 പ്ലസ് 124 മൈനസ് 23 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും, ശരിയാണല്ലോ. 19ഉം 38ഉം ക്യാൻസലായി പോകും അല്ലേ. അപ്പോൾ ന്യൂമറേറ്റർ എല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എത്രയാണ് കിട്ടുക? 124ഉം 101ഉം അല്ലേ. 124 മൈനസ് 23 101 തന്നെയാണ്. അപ്പോൾ ഇത് 101 പ്ലസ് 101 ഡിവൈഡഡ് ബൈ 2 ആണെന്നാണ് കിട്ടുന്നത്. അതായത് 101 തന്നെ ആൻസർ ആയിട്ട് വരില്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ 2 അല്ലേ ആൻസർ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുക. സോ ഓപ്ഷൻ 2 ഈസ് കറക്റ്റ്.